Residue at infinity. Suppose that a function f is analytic throughout the finite complex plane except for a finite number of singular points. Let R1 denote a positive number which is large enough that all singular points of f lies inside the circle mod z equal to R1. The function f is evidently analytic throughout the domain R1 less than mod z less than infinity. In this situation, f is said to have an isolated singular point at infinity. That is, we have a function f which is analytic throughout the complex plane, complete finite complex plane, that is C. C il f of z analytic ആണ്, except for a finite number of singular points. അതായത് കുറച്ച് പോയിൻറ്റ്സിൽ ഒഴികെ ബാക്കി ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിൻറ്റ്സിലും അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് സെറ്റ്. ആൻഡ് വി കൺസിഡർ നമ്പർ R1 സച്ച് ദാറ്റ് എഫ് ഓഫ് സെറ്റിന് എത്ര സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ഒരു R1 റേഡിയസ് ഉള്ള ഒരു സർക്കിളിനുള്ളിൽ വരുന്ന വിധത്തിൽ ഒരു റേഡിയസ് നമ്മൾ ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഓഫ് സെറ്റിന് സിംഗുലർ പോയിൻറ്റ്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഏറ്റവും ഒറിജിനിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസിലുള്ള സിംഗുലർ പോയിൻ്റ് ഏതാണോ അതും ഉൾപ്പെടുന്ന വിധത്തിൽ, അതും ആ സർക്കിളിനുള്ളിൽ വരുന്ന വിധത്തിൽ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യാം മോഡ് സെഡ് ഈക്വൽ ടു R1 റേഡിയസിൽ. അപ്പോൾ ആ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിൻ്റെ എല്ലാ സിംഗുലർ പോയിൻറ്റ്സും ഈ സർക്കിളിനുള്ളിലായിരിക്കും. സോ ഈ സർക്കിളിന് പുറത്ത്, ദാറ്റ് ഈസ് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ R1 എഫ് ഓഫ് സെഡ് എന്തായിരിക്കും, അനാലിറ്റിക് ആയിരിക്കും. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ R1 നമുക്ക് R1 ലെസ് ദാൻ മോഡ് സെഡ് എന്ന് എഴുതാം. അപ്പോൾ മാക്സിമം എത്ര ആയിരിക്കും, നമ്മൾ ഇൻഫിനിറ്റി എന്ന് എടുക്കാം. സോ R1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്തായിരിക്കും, അനാലിറ്റിക് ആയിരിക്കും. ഈ ഡൊമൈനിൽ അത് അനാലിറ്റിക് ആയിരിക്കും. കാരണം മോഡ് സെഡ് ലെസ് ദാൻ ആറിലാണ് അതിൻ്റെ കംപ്ലീറ്റ് സിംഗുലർ പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡൊമൈനിൽ എഫ് ഓഫ് സെഡിന് എന്തുണ്ടാവും, ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അതിന് നമ്മൾ സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞാൽ അതിൽ പോസിറ്റീവ് പവേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് പവേഴ്സ് ഉണ്ടാവും. അപ്പോൾ മോഡ് സെഡ് ഇവിടെ z0, മോഡ് z മൈനസ് z0 സാധാരണ അങ്ങനെ എടുക്കുക. z0 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. സോ 0 സെൻറ്ററായിട്ട് എബൌട്ട് 0 ആയിട്ട് എഫ് ഓഫ് സെറ്റിന് ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cn z റൈസ് ടു എന്ന് എഴുതാം. cn എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 1/2πi ഇൻ്റഗ്രൽ ഓവർ c0 എഫ് ഓഫ് സെഡ് dz ഡിവൈഡ് ബൈ z മൈനസ് z0 ആണ് ഇവിടെ, z മൈനസ് 0, അതായത് z റൈസ് ടു n+1 where n ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 എക്സെട്ര. പോസിറ്റീവ് പവേഴ്സും നെഗറ്റീവ് പവേഴ്സും വരും. ഇനി ഈ c0 എന്ന് പറഞ്ഞാൽ c0 ഈസ് എനി പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ് ടു കോണ്ടൂർ അറൗണ്ട് ദ ഒറിജിൻ ലൈങ് ഇൻ ദ ഡൊമൈൻ R1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് ഈ സീറോയ്ക്ക് ചുറ്റും, ഒറിജിനു ചുറ്റുമുള്ള നമ്മുടെ ഈ റീജിയനിൽ, അതായത് ഈ സർക്കിളിന് പുറത്ത് ഉള്ള ഒരു സിമ്പിൾ ക്ലോസ് ടു കോണ്ടൂറാണ്, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ് ടു കോണ്ടൂറാണ് എന്ത്, സി എന്ന് പറയുന്നത്. സി അല്ല, c0 എന്ന് പറയുന്നത്. സോ ഈ കേസിൽ അതായത് എഫ് ഓഫ് സെഡിൻ്റെ എല്ലാ സിംഗുലാരിറ്റീസും നമ്മൾ ആ ഒരു സർക്കിളിനുള്ളിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിച്ചത്. അപ്പോൾ ഈ സർക്കിളിന് പുറത്ത് എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അപ്പോൾ ഈ കേസിൽ എഫ് ഓഫ് സെഡിന് ഒരു സിംഗുലാർ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് എവിടെ ആയിരിക്കും, ഇൻഫിനിറ്റിയിൽ ഉണ്ടാവുള്ളൂ. സോ ഇൻ ദിസ് കേസ് എഫ് ഓഫ് സെഡ് has f of s z is said to have residue at infinity. ഇൻഫിനിറ്റിയിൽ റെസിഡ്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റും. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ മൈനസ് c മൈനസ് 1, മൈനസ് ഓഫ് c മൈനസ് 1, where c മൈനസ് 1 ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് 1/z. നമുക്കറിയാം 1/z മൈനസ് z0 കോഫിഷ്യൻ്റാണ് നമുക്ക് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു z0 എന്ന് പറയും. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു ഇൻഫിനിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് മൈനസ് ഓഫ്
c minus 1, where c minus 1 is the coefficient of 1 by z in the Lorentz series expansion of f of z in ഏത് റീജിയനിൽ മോൾ r1 ലെസ് ദാൻ മോൾ z ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇനി വാട്ട് ഈസ് c മൈനസ് 1? സി എൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സി എൻ ഇതാണ്. സി എന്നിന് -1 കൊടുത്താൽ ഈ ടേം ഉണ്ടാവില്ല, അതായത് z raised to 0 എന്ന് വരും. സോ c minus 1 equal to we get minus c minus 1. അതാണ് റെസിഡ്യൂ. അതിൽ c minus 1 ഇതിനെയാണ് നമ്മൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതിൽ c minus 1 എന്ന് പറഞ്ഞാൽ 1/2πi ഇൻറ്റഗ്രൽ ഓവർ c എഫ് ഓഫ് സെഡ് ഡി സെഡ് ബൈ സെഡ് റേസ് ടു -1 + 1 ദാറ്റ് ഈസ് ഇത് 0 ആണ്, അതായത് സെഡ് റേസ് ടു 0. ദാറ്റ് ഈസ് എന്ത് വരും? 1/2πi ഇൻറ്റഗ്രൽ ഓവർ സി അല്ല, നമ്മൾ സി നോട്ട് എന്നുള്ള സർക്കിളാണ് കർവാണ് എടുത്തിരുന്നത്. ഇൻറ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇനി -c - 1 റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ -c - 1 ആണ്. സോ -1/2πi ഇൻറ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള കേസ്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക് എവരിവെയർ ഇൻ ദി ഫൈനൈറ്റ് പ്ലെയിൻ except for a finite number of singular points interior to a positively oriented symbol close to contour C, then integral over C f of z dz equal to 2πi into residue of 1/z square into f of 1/z at z equal 0. That is, here we have a function f, or analytic function ആണ്. Analytic everywhere in the finite complex plane ആണ്, except for a finite number of singular points. അതായത് f of z കംപ്ലീറ്റ് പ്ലെയിനിൽ അനാലിറ്റിക് ആണ്, കുറച്ച് പോയിൻറ്റ്സിൽ ഒഴികെ. അതായത് കുറച്ച് സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ട് എഫ് ഓഫ് സെഡിന്. ഇൻറ്റീരിയർ ടു എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. ആ പോയിൻറ്റ്സ് ഒക്കെ, സിംഗുലർ പോയിൻറ്റ്സ് ഒക്കെ ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിനുള്ളിലാണ്. ഓക്കെ, നമുക്കതിനെ സി എന്ന് വിളിക്കാം, കോണ്ടൂർ സി. ഫംഗ്ഷൻ്റെ എഫ് എന്ന അനാലിറ്റിക് ഫംഗ്ഷൻ എവരിവെയർ ഇൻ ദി ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിൻ എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലർ പോയിൻറ്റ്സ് ഇൻറ്റീരിയർ ടു എ പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി. എഫ് ഓഫ് സെഡിന് കുറച്ച് സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ട്, അനാലിറ്റിക് അല്ലാത്ത കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് എല്ലാം ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഇൻറ്റീരിയറിനുള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ സി ഈക്വേഷൻ, അതായത് നമ്മൾ റെസിഡ്യൂ തിയറത്തിൽ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതായത് എഫ് ഓഫ് സെഡിന് എത്ര സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ടോ ഓരോ പോയിൻറ്റ്സിലും റെസിഡ്യൂ കാണാം, ആഡ് ചെയ്യുക, ദെൻ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ പക്ഷേ എത്ര സിംഗുലർ പോയിൻ്റ് ഉണ്ടായാലും ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? എല്ലാ പോയിൻറ്റിലെയും റെസിഡ്യൂ കാണണ്ട, മറിച്ച് 0യിലെ റെസിഡ്യൂ മാത്രം കാണാം. എഫ് ഓഫ് സെഡിൻ്റെ അല്ല, 1/z സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 1/z എന്നുള്ള ഫംഗ്ഷൻ്റെ 0യിലെ റെസിഡ്യൂ മാത്രം കാണാം. എന്നിട്ടതിനെ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണാൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സിയുടെ ഉള്ളിലാണ് എല്ലാ ഐസോലേറ്റഡ് സിംഗുലാരിറ്റീസും, എഫ് ഓഫ് സെഡിൻ്റെ എല്ലാ ഐസോലേറ്റഡ് സിംഗുലാരിറ്റീസും എന്ന് പറഞ്ഞു. അപ്പോൾ വി ചൂസ് എ പോസിറ്റീവ് റിയൽ നമ്പർ r1 സച്ച് ദാറ്റ് ഈ സി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വിത്തിൻ മോഡ് സെഡ് ഈക്വൽ ടു r1. അതായത് r1 റേഡിയസ് ആയിട്ട് 0 സെൻറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യുക. സച്ച് ദാറ്റ് നമ്മുടെ ഈ സി ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞ സി, എല്ലാ സിംഗുലർ പോയിൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സി, ആ സി എന്തായിരിക്കണം? ഇതിൻ്റെ ഉള്ളിൽ, ആ സർക്കിളിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡായിരിക്കണം. 0 സെൻറ്ററും r1 റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. സച്ച് ദാറ്റ് അങ്ങനെ റേഡിയസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സി എന്ന് പറയുന്ന കർവ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ മോഡ് സെഡ് ഈക്വൽ ടു r1 ആയിരിക്കണം. അപ്പോൾ ഇനി എഫ് ഓഫ് സെഡിൻ്റെ അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് മുഴുവൻ ഈ സിയുടെ ഉള്ളിലാണ്. സോ ഈ സർക്കിളിന് പുറത്ത്, ദാറ്റ് ഈസ് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ r1ൽ എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? അനാലിറ്റിക് ആയിരിക്കും. അതായത്
R1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് സെറ്റ് അനലിറ്റിക് ആയിരിക്കും. ഇനി നമ്മൾ സി നോട്ട് എന്ന് പറയുന്ന വേറൊരു സർക്കിൾ, സി നോട്ട് വിത്ത് സെൻറ്റർ 0 തന്നെ, റേഡിയസ് R0 എടുക്കും. വേർ R0 ഈസ് ഗ്രേറ്റർ ദാൻ R1. അതായത് നേരത്തെ നമ്മളൊരു സർക്കിൾ എടുത്തിരുന്നു, മോഡ് സെറ്റ് ഈക്വൽ ടു R1. ഇനി R1-നേക്കാളും റേഡിയസ് കൂടുതലുള്ള വേറൊരു സർക്കിൾ വിത്ത് റേഡിയസ് R0 വേർ R0 ഈസ് ഗ്രേറ്റർ ദാൻ R1. അതായത് സെൻറ്റർ 0 തന്നെ, പക്ഷേ റേഡിയസ് ആദ്യം ഒരു സർക്കിൾ എടുത്തു, അതിൻ്റെ സെൻറ്റർ ഒറിജിനാണ്, ദെൻ റേഡിയസ് R1 ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് അനദർ സർക്കിൾ എടുക്കുക, അതിൻ്റെ സെൻറ്റർ 0 തന്നെ, പക്ഷേ റേഡിയസ് R0 ആണ്. ഈ R0-ൻ്റെ പ്രത്യേകത R0 ഗ്രേറ്റർ ദാൻ R1 ആണ്. അപ്പോൾ ഈ ആദ്യത്തെ സർക്കിളിനുള്ളിലാണ് നമ്മുടെ സി എന്ന് പറയുന്ന കർവ്. So we have two circles, C0, ഏറ്റവും പുറത്തുള്ള സർക്കിൾ C0 ആൻഡ് ഏറ്റവും ഉള്ളിലുള്ള കർവ് സി. അപ്പോൾ രണ്ട് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂഴ്സാണ്, ഒന്നൊരു സർക്കിളും ദെൻ അതിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഒരു കർവും. ദെൻ ഈ എഫ് ഓഫ് സെറ്റിൻ്റെ എല്ലാ സിംഗുലാർ പോയിൻറ്റ്സും ഈ സിയുടെ ഇൻറ്റീരിയറിലാണ്, ഈ ഷെയ്ഡ് ചെയ്തുള്ള ഈ പോർഷനിൽ. അതുകൊണ്ട് തന്നെ ഈ സിക്ക് പുറത്ത് എവിടെയും എഫ് ഓഫ് സെറ്റ് അനാലിറ്റിക് ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു പോർഷനിൽ എഫ് ഓഫ് സെറ്റ് അനാലിറ്റിക് ആയിരിക്കും. അതായത് സിക്കും C0 എന്നുള്ള ഏറ്റവും പുറത്തുള്ള സർക്കിളിനും ഇടയ്ക്കുള്ള ആ ഭാഗത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റും ഇൻ്റഗ്രൽ ഓവർ C0 എഫ് ഓഫ് സെറ്റ് ഡി സെറ്റും ഈക്വലാണ്. ഇനി നമ്മൾ ഇൻ്റഗ്രൽ ഓവർ സി കാണുന്നതിന് പകരം ഇൻ്റഗ്രൽ ഓവർ C0 എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് കാണും. നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ഓഫ് റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ C0 എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ C0-ൽ ഓവർ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ C0 എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് മൈനസ് 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് z ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ബൈ ഡെഫിനിഷൻ ഓഫ് റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി ദാറ്റ് ഈസ് വേറെ രീതിയിൽ എഴുതാം, മൈനസ് 2πi ഇൻറ്റു മൈനസ് c മൈനസ് 1 that is residue of f of z at z equal to infinity. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും, ദാറ്റ് ഈസ് 2πi ഇൻറ്റു c മൈനസ് 1 എന്ന് കിട്ടും. ഇൻ്റഗ്രൽ ഓവർ C0 എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ദാറ്റ് ഈസ് c മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/z-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഇൻ ദി ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെറ്റ് ഇൻ ദ ഡൊമൈൻ R1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി. So we consider the Lorentz series as f of z equal to sigma n equal to minus infinity to infinity cn z raised to n. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ളത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അല്ല 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z ആണ്. അപ്പോൾ എഫ് ഓഫ് സെറ്റ് നമ്മൾ എഴുതി, അതിൽ നമ്മൾ സെറ്റിന് 1/z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എഫ് ഓഫ് 1/z കാണും, ദെൻ അതിനെ 1/z² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ റെസിഡ്യൂ ആണ്. അപ്പോൾ ആദ്യം സെറ്റിന് 1/z കൊണ്ട് റീപ്ലേസ് ചെയ്യാം ഇതിൽ. ദാറ്റ് ഈസ് എഫ് ഓഫ് 1/z ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cn z റേസ് ടു n എന്നുള്ളത് 1/z റേസ് ടു n ആവും. അപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു R1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ളത് R1 ലെസ് ദാൻ മോഡ് 1/z ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാവും. Then f of 1/z equal to sigma n equal to minus infinity to infinity cn by z raised to n. അപ്പോൾ z raised to n-ൻ്റെ ഫോമിൽ മോഡ് z-ൻ്റെ ഫോമിൽ എഴുതിയാൽ, അതായത് ഇവിടെ 1/z-ൻ്റെ ടേമിലാണ് ഇപ്പോൾ ഡൊമൈൻ കിടക്കുന്നത്, മോഡ് z-ൻ്റെ ടേമിൽ എഴുതുക, അത് റെസിപ്രോക്കൽ എടുക്കണം. 1/z-ൽ നിന്ന് z കിട്ടാനും റെസിപ്രോക്കൽ എടുക്കണം. ത്രൂ ഔട്ട് റെസിപ്രോക്കൽ എടുത്താൽ ഇൻഈക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. സോ 1/infinity വരും, 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 1/r1 എന്ന് വരും.
എഫ് ഓഫ് 1/z നമുക്ക് കിട്ടുന്നത് സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cn ഡിവൈഡ് ബൈ z റേസ് ടു n. ഇനി 1/z² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cn z റേസ് ടു n z റേസ് ടു n² മൾട്ടിപ്ലൈ ചെയ്താൽ z റേസ് ടു n+2 എന്ന് കിട്ടും. അപ്പോൾ ഇനി n+2ന് നമ്മൾ കൊടുക്കുക n എന്ന് കൊടുക്കുക, n+2ന് n എന്ന് കൊടുക്കുക. അപ്പോൾ n എന്ത് വരും? n-2 എന്ന് കൊടുക്കേണ്ടി വരും. ഈ n+2ന് n എന്ന് കൊടുത്താൽ cnൻ്റെ കൂടെയുള്ള n-ന് n-2 എന്ന് കൊടുക്കണം. സോ 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി c റേസ് ടു n-2 ഡിവൈഡ് ബൈ z റേസ് ടു n എന്ന് കിട്ടും. n0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 1/r1. അപ്പോൾ 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z-ന് ഒരു സീരീസ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റി. നമുക്കറിയാം ലോറൻസ് സീരീസും ടൈലർ സീരീസും ഒക്കെ യുണീക്കാണ്. സോ ദിസ് ഈസ് ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദി ഫങ്ഷൻ 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z. അപ്പോൾ അതിൻ്റെ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ ഓഫ് 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദി അറ്റ് z ഈക്വൽ ടു 0 റെസിഡ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് 1/z-0 ഇൻ ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ 1/z-0 എന്ന് പറഞ്ഞാൽ 1/z-ൻ്റെ കോഎഫിഷ്യൻ്റ് 1/z-ൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടണമെങ്കിൽ അതായത് ഇതാണ് വരിക cn-2 ഡിവൈഡ് ബൈ z റേസ് ടു n ആണ്. അപ്പോൾ 1/z n-ന് 1 കൊടുത്താലാണ് 1/z എന്ന് വരിക. അപ്പോൾ n-ന് 1 കൊടുത്താൽ n ഈക്വൽ ടു 1 ആകുമ്പോൾ c1-2 ഡിവൈഡ് ബൈ z റേസ് ടു 1 ദാറ്റ് ഈസ് c-1/z. അതാണ് 1/z-ൻ്റെ കൂടെ, അതായത് 1/z-ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? c-1 ഇൻറ്റു 1/z ആണ്. c-1 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു c-1. ദെൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഇക്വേഷൻ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ c0 എഫ് ഓഫ് z dz എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു c-1 ആണ്. സോ 2πi ഇൻറ്റു c-1 എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയത് എന്താണ്? ഇറ്റ് ഈസ് ദി റെസിഡ്യൂ ഓഫ് 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z അറ്റ് z ഈക്വൽ ടു 0 ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z അറ്റ് z ഈക്വൽ ടു 0. ഇനി ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് ഇൻ്റഗ്രൽ ഓവർ c0 എഫ് ഓഫ് z dz എന്ന് പറഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ c എഫ് ഓഫ് z dz എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ c എഫ് ഓഫ് z dz ഈക്വൽ ടു 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z അറ്റ് z ഈക്വൽ ടു 0 എന്ന് കിട്ടും. Now we have a problem related to this theorem. Evaluate integral over c 5z-2 divided by z into z-1 dz where c is the circle mod z equal to 2 oriented in the counterclockwise direction. ഇപ്പോൾ ഒരു ഇൻ്റഗ്രൽ തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ കാണണം. ഇത് ഏത് രീതിയിലും ചെയ്യാം. a/z പ്ലസ് b/z-1 അങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല ഉപയോഗിച്ച് ചെയ്യാം. റെസിഡ്യൂ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതായത് റെസിഡ്യൂ തിയറത്തിൽ പറയുന്ന പോലെ z ഇൻറ്റു z-1 0 ആകുമ്പോഴാണ് അനാലിറ്റിക്കൽ അത്, അതായത് z ഈക്വൽ ടു 0ലും z ഈക്വൽ ടു 1ലുള്ള റെസിഡ്യൂ ആണ് സം ചെയ്യുക. ദെൻ 2πi കൊണ്ട് മൾട്ടിപ്ലൈ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പുള്ള തിയറത്തിൻ്റെ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് z സപ്പോസ് ചെയ്യുക, ലെറ്റ് എഫ് ഓഫ് z ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫങ്ഷൻ, അതായത് 5z-2 ഡിവൈഡ് ബൈ z ഇൻറ്റു z-1. ഇതിൻ്റെ സിംഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു 0യും z ഈക്വൽ ടു 1 ആണ്. മോഡ് z ഈക്വൽ ടു 2 ആണ് നമ്മുടെ സർക്കിൾ, അതായത് സെൻറ്റർ 0 റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ 0യും 1 എല്ലാം ഈ സർക്കിളിനുള്ളിലാണ് വരും. ഓക്കെ, അതായത് ഈ സർക്കിളിന് പുറത്ത് മോഡ് z ഈക്വൽ ടു 2ന് പുറത്ത് എഫ് ഓഫ് z എന്താണ്? അനലിറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ തിയറം അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ c
എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z അറ്റ് സെഡ് ഈക്വൽ ടു 0 കണ്ടാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ എഫ് ഓഫ് 1/z ഒന്ന് കണ്ടുനോക്കാം. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 5z മൈനസ് 2 ഡിവൈഡ് ബൈ സെഡ് ഇൻറ്റു z മൈനസ് 1 ആണ്. എഫ് ഓഫ് 1/z എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ സ്ഥാനത്ത് 1/z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡ് ബൈ 1/z ഇൻറ്റു 1/z മൈനസ് 1. സോ ദാറ്റ്സ് ഈക്വൽ ടു 5 മൈനസ് 2z ഡിവൈഡ് ബൈ 2. 5 മൈനസ് 2z ഡിവൈഡ് ബൈ സെറ്റ് ആണ്, ഡിവൈഡ് ബൈ സെറ്റ് ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 1/z ഇൻറ്റു 1 മൈനസ് z ബൈ z. സോ 5 മൈനസ് 2z ബൈ z ഡിവൈഡ് ബൈ 1 മൈനസ് z ഡിവൈഡ് ബൈ z². That implies 5 minus 2z divided by z into z² divided by 1 minus z. ഒരു z cancel ചെയ്തു. So we get z into 5 minus 2z divided by 1 minus z. ഇത് f of 1/z ആണ്. നമുക്ക് വേണ്ടത് 1/z² into f of 1/z ആണ്. 1/z² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/z² into z into 5 minus 2z divided by 1 minus z. ഒരു z ക്യാൻസൽ ചെയ്തു പോകും. സോ 5 മൈനസ് 2z ഡിവൈഡ് ബൈ z ഇൻറ്റു 1 മൈനസ് z എന്ന് കിട്ടും. 1/z² എഫ് ഓഫ് 1/z. ഇനി നമുക്ക് കാണേണ്ടത് അതിൻ്റെ റെസിഡ്യൂ ആണ്. റെസിഡ്യൂ ഓഫ് 1/z² ഇൻറ്റു എഫ് ഓഫ് 1/z അറ്റ് z ഈക്വൽ ടു 0 അല്ല റെസിഡ്യൂ. അപ്പോൾ z ഈക്വൽ ടു 0, അതായത് ദാറ്റ്സ് ഈക്വൽ ടു റെസിഡ്യൂ ഓഫ്, ഇത് നമുക്ക് കിട്ടിയത് ഇപ്പോൾ എന്തായിരുന്നു? 5 മൈനസ് 2z ഡിവൈഡ് ബൈ z ഇൻറ്റു 1 മൈനസ് z ഇൻറ്റു 1 മൈനസ് z. അപ്പോൾ റെസിഡ്യൂ z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ടേമാണ്, പോൾ ഓഫ് ഓർഡർ 1 ആണ്. സോ റെസിഡ്യൂ ആണ് ഇക്വേഷൻ. ലിമിറ്റ് z ടെൻസ് ടു 0, z മൈനസ് 0, അതായത് z ഇൻറ്റു f of z 5 minus 2z divided by z into 1 minus z. Z and z cancelled. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 5 മൈനസ് 0 ഡിവൈഡ് ബൈ 1 മൈനസ് 0 ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ അവർ ഇക്വേഷൻ ഈസ്, ഇതാണ് ഇക്വേഷൻ. ഇൻ്റഗ്രൽ ഓവർ c f of z is equal to 2πi into residue of 1/z² into f of 1/z at z equals 0. That is 2πi into the 5 എന്നാണ് കിട്ടും. 5, that is 10πi എന്ന് കിട്ടും. That is the residue of, integral over c 5z minus 2 divided by z into z minus 1 dz. Thank you.